ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ നമ്മുടെ സീസൺ 1 എപ്പിസോഡ് 4 ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3 ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ നമ്മൾ ഒരു തുടക്കുന്ന നിലയിലുള്ള ഒരു വീഡിയോ, അതായത് സ്റ്റാർട്ടിങ്ങിൻ്റെ വീഡിയോ. രണ്ടാമത്തെ നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേൽ നമ്മൾ 2 പെറ്റായിട്ട് 2 ഡോഗിനെ പിടിക്കുന്നത്. നാലാമത്തതാണ് ഇതിപ്പോൾ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 2 ക്യാറ്റിനെ പെറ്റാക്കാനാണ്. അപ്പോൾ ക്യാറ്റിനെ പെറ്റാക്കാൻ ഞാൻ ഒന്നിനെ പെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണാൻ കഴിയാത്തതിനോണ്ട് ഞാൻ രണ്ടാമത്തേതായിട്ട് വേറെ ഒന്നിനെ പെറ്റാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മീനിനെ പിടിക്കാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ മീൻ കൊടുത്താലാണ് ക്യാറ്റ് പെറ്റാവാൻ. 1-2 പോരാ, കുറേ കൊടുക്കണം. അപ്പോൾ കൂടുതലും ക്യാറ്റ് ഉണ്ടാവില്ല വില്ലേജിൻ്റെ പരിസരത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ വില്ലേജിലേക്ക് വന്നത്. അപ്പോൾ കുറേ മീൻ വേണം. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 10-20 വേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം ഒരു ഫുൾ ഡേ ഇരുന്ന് കഴിഞ്ഞാൽ മീൻ കിട്ടും. പിന്നെ കുറേ ലക്കും വേണം. ഇതിപ്പോൾ എനിക്ക് ഈ ചൂണ്ട ഈ വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. മറ്റേ സാധാ ചൂണ്ട വെച്ചിട്ട് പിടിക്കുമ്പോൾ ഇതിൽ വെച്ചാൽ ലക്ക് കൂടുതലാണ്, പെട്ടെന്ന് മീനിനെ പിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ കുറേ ടൈം കുത്തിരുന്നിട്ട് വേണം പിടിക്കാൻ. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് കിട്ടുന്നതല്ലോ. ഇതിന് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കാരണം വലിയ വീഡിയോ ആകാൻ പാടില്ലല്ലോ. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഇട്ടിട്ട് കുറച്ച് നേരമായിട്ടും മീൻ വന്നില്ലെങ്കിൽ സ്ഥലം മാറ്റിയിടുക. കാരണം ഒരേ സ്ഥലത്ത് കുറേ നേരം ടൈം വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ മീൻ മാത്രമല്ല, വേറെ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ കിട്ടാൻ സാധ്യത കുറഞ്ഞ, അതായത് കണ്ടു കിട്ടാത്ത സാധനങ്ങളായിരിക്കും, പ്രത്യേകത ഉള്ള സാധനങ്ങളായിരിക്കും വെള്ളത്തിൽ നിന്ന് കിട്ടുക. അങ്ങനെ കിട്ടാൻ ലക്കും വേണം. അപ്പോൾ ഏകദേശം ഒരു 19 മീനോളായിട്ടുണ്ട് ഇപ്പം തന്നെ. 19 പോരാ, 20 മീനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നു. കുഴപ്പമില്ല, കോള് നമുക്ക് ബാക്ക് അടിച്ചാൽ ഫസ്റ്റ് ഒരു കയറേണ്ടി വരും. അത് ആ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോള് വന്നതാണ്. കോള് വന്നാൽ ഇതാണ് അലമ്പാണ്, ഇടയിൽ ഇറങ്ങിപ്പോവും. ഫ്രീഫയർ കളിക്കുമ്പോഴാണ് പെട്ടത് തന്നെ, ആ റൗണ്ട് തന്നെ പോവും CS ഒക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു പൂച്ചനും കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ആ പെറ്റിനെ നമുക്ക് ബ്രീഡ് ചെയ്താൽ മതി ഫുഡ് കൊടുത്തിട്ട്. നമ്മൾ തിരിച്ച് വില്ലേജിൽ പോയതാണ്, ഇരിടാവണമല്ലോ. അപ്പോൾ വേഗം നമ്മുടെ വീടെന്ന് പറയത്തില്ല, ഒരു ട്രേഡൻ്റെ വീടാണ്. അപ്പോൾ ട്രേഡനെ കൊന്നിട്ട് നമ്മളത് എടുത്തതാണ്. അപ്പോൾ ഉള്ളിൽ പോയിക്കാം, ബെഡ് ഇട്ടിട്ട് നോക്കാം. പുറത്ത് എനിമീസ്, അതായത് സൂംബിയൊക്കെ ഉണ്ടെങ്കിൽ ബെഡ് ഇട്ട് കിടന്നാൽ മതി. മറ്റത് വെറുതെയാണ്. സൂംബി ഉണ്ടെങ്കിൽ അവന്മാരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും, പോയിൻ്റെങ്കിലും കിട്ടും. അപ്പോൾ 15 അയക്കുന്ന ലെവൽ, അപ്പോൾ ചാവാതെ നോക്കാം. പിന്നെ മറ്റേ മൾട്ടിപ്ലെയർ നമ്മൾ കളിക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, മിഷൻ ഉണ്ടായിരുന്നു. നെതറൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫാൻറ്റത്തിനെ വരുത്തിക്കുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലെയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാൻറ്റത്തിനൊക്കെ വരുത്തിപ്പിക്കും 3 ദിവസം ഉറങ്ങാതെ നിന്നിട്ട്. അതാ വരുന്ന ഒരു സോംബി എൻ്റെ വീട്ടിൽ. ഇവനെന്ത് ധൈര്യത്തിലാണ് കയറിയെന്ന് എൻ്റെ വീട്ടിലേക്ക്. ഇവനെ കൊല്ലും. ഇല്ല, പിന്നെ നമ്മളെ വീട്ടിൽ ചോദിക്കാതെ അങ്ങോട്ട് കയറി എന്നിട്ടാണ്. പുറത്ത് ആൾക്കാരുണ്ട്. കൊല്ലണം, എല്ലാത്തിനും കൊല്ലണം. അയ്യോ, സ്കെൽട്ടൻ അടിച്ച് സ്കെൽട്ടൻ അടിച്ച്. ഓ, ഇവനെ കൊന്നയാൽ നമുക്ക് അവൻ്റെ മേത്തുള്ള ഗോൾഡിൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതാ ഹെൽമെറ്റ് കിട്ടി, എന്തെങ്കിലും കിട്ടും. അതായത് ഹെൽമെറ്റോ വെസ്റ്റോ എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പോൾ 2 സ്കെൽട്ടൻ ഉണ്ടല്ലേ. ഇത് വെയിലത്ത് കിടന്ന് എത്തോളൂ, അതൊന്നും കുഴപ്പമില്ല.
മറ്റവന് വെള്ളത്തിലാണ്, അത് അലമ്പാണ് വെള്ളത്തിലാകുമ്പോൾ അടിക്കുന്ന വണ്ടിയിൽ. എനിക്കിഷ്ടമില്ല. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഒരു പൂച്ചനെയും കൂടി പെറ്റാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കഴിയും. അപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ വീട് ഫുള്ള് സെറ്റാക്കും. അതായത് ഇപ്പോൾ ഞാൻ അവിടെ പശുവിൻ്റെ ഫാം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇനി ആട് വേണം, പന്നി വേണം, കോഴി വേണം, എല്ലാത്തിൻ്റെയും ഫാം നടത്തും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് ഉണ്ടാവും. പിന്നെ അതേമാതിരി ഇവിടുന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഉണ്ടാവും നമുക്ക് ഫുഡ് കഴിക്കാൻ. ഒരുപാട് ഫുഡ് വേണമല്ലോ നമ്മൾ മൈൻ ചെയ്യാനൊക്കെ പോകുമ്പോൾ, ഗോൾഡും അയണൊക്കെ. ഇതിപ്പോൾ ഈ പൂച്ച അലമ്പാണ്, കുറേ നടത്തിപ്പിക്കുന്നുണ്ട് എന്നെ. വേറെ പൂച്ചനൊന്നും കിട്ടാൻ പെട്ട് അതിന് മഞ്ഞിൽ പോയിട്ട് അവിടെ പെട്ട്. അവിടെ ഫുള്ളും നടത്തിപ്പിച്ചിട്ട് എത്ര മീനാണ് കൊടുത്തറിയാം. ഇപ്പം തന്നെ 10-11 മീൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാ മീൻ എത്ര, ഇത് നിൽക്കുന്നില്ല. മറ്റേ നായക്കാണെങ്കിൽ കയ്യിൽ എല്ല് കാണിച്ച് അവിടെ നിൽക്കും. ഒരു പൂച്ച ഉണ്ട്, പിന്നെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബ്രീഡ് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ 21 മീൻ കൊടുത്തിട്ട് നമ്മൾ വെറ്റാക്കി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഇവിടെ ഉള്ള പോലെ നമ്മൾ അവിടെ ഫാം ചെയ്യും. ഇവിടുന്ന് വെജിറ്റബിൾസൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഫാം ചെയ്യാനാണ് ഉദ്ദേശം. പിന്നെ പംകിനൊക്കെ നമ്മൾ കുഴിച്ചിടും അവിടെ. പംകിന് തല വെച്ച് പോയാൽ മറ്റേ ടെലിപ്പോർട്ടാവണം മൂപ്പര് നമ്മളൊന്നും ചെയ്യില്ലെന്ന് കേട്ടു. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അവന്മാർ രണ്ടാളെയും അവിടെ എത്തിക്കണ്ടേ. ചിലപ്പോൾ വെള്ളത്തിൽ കൂടെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ ബോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരാളവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് അടുത്ത ആൾ അവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെ എന്നതാണ്. രണ്ടാൾക്കാരെ നമുക്ക് വേണം. കുറേ മെനക്കെട്ടിട്ടാണ് പിടിച്ചത് 2 അപ്പോൾ പിന്നെ നായ്ക്കളെ പോലെ പിന്നാലെ നടക്കുക. ചില സമയത്ത് ഇതിങ്ങൾ ഇറങ്ങിപ്പോയിക്കാവും, കാണാൻ കിട്ടത്തില്ല അവിടെ പോയതൊന്നും. ഒപ്പയാ കിട്ടൂല. അതാണ് എനിക്ക് പേടി. കയറുണ്ടെങ്കിൽ കെട്ടിക്കൊണ്ടുപോയെങ്കിലും ചെയ്യായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.